ഇവിടെ തെങ്ങിൻ തൈയുടെ വലിപ്പം കണ്ടോ? ദേ നീളം നോക്കിയതിന്റെ കണ്ടോ? ഇത്രയും നീളമുണ്ട് ഒരു തെങ്ങിൻ തൈ. കണ്ടില്ലേ? കടവണം കണ്ടില്ലേ? അതായത് 30 ഇഞ്ച് ഹൈറ്റും 30 ഇഞ്ച് വിട്ടുമുള്ള വലിയ ഗ്രോ ബാഗാണ് ഇരിക്കുന്നത്. വലിപ്പം നോക്കി കണ്ടോ? ഈ ഒരു വലിപ്പമുണ്ട് തേങ്ങയ്ക്കൊക്കെ അല്ലേ? എന്താ അതിന്റെ പ്രത്യേകത? ഇത് തേങ്ങയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് 1 കിലോ മുതൽ 2 കിലോളം ഒരു തേങ്ങയ്ക്ക് തൂക്കം വരും. ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റും കൂടുതലാണ്. പെട്ടെന്ന് കേട് സാധ്യതയില്ല. എൻ്റെ കൂമ്പ് കൊണ്ട ഒരു സ്ഥലം മധുരം കുറവുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ശ്രീലങ്കൻ്റെ. അതായത് വീട് മുറ്റത്ത് മരങ്ങൾ നടാൻ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് വീട് മുറ്റത്തായാലും ടെറസിൻ്റെ മുകളിലായാലും ഉമിയിൽ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ഞങ്ങൾ തയ്യാറാക്കുന്നതാണ്. അതോടുകൂടി പ്ലാന്റും ബാരലും നിങ്ങൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീടിൻ്റെ മുകളിലോ വീട് മുറ്റത്തോ ഞങ്ങൾ വന്നത് സെറ്റ് ചെയ്ത് തരുന്നത്. ഇതെല്ലാം നമ്മുടെ വിയന്ന സൂപ്പർ എർലി പ്ലാവിൻ്റെ 35 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്ന തൈകളാണ്. അതായത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്ന ആൾ സീസണായിട്ട് കായ്ക്കുന്ന വിയന്ന സൂപ്പർ എർലി പ്ലാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. എൻ്റെ മദർ പ്ലാന്റിൽ നിന്നും നല്ല മദർ പ്ലാന്റിൽ നിന്നും ഞാൻ ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. 35 രൂപയാണ് വിയന്ന സൂപ്പർ എർലിയുടെ. ഞാൻ ഏകദേശം നമ്മുടെ നഴ്സറി 2 വർഷം കൊണ്ട് 35 രൂപയ്ക്കാണ് ഈ വിയന്ന സൂപ്പർ എർലിയുടെ പ്ലാവിൻ്റെ തൈകൾ കൊടുത്തു വരുന്നത്. ഓരോ തവണ വരുമ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വളർച്ച കണ്ടിട്ട് അസൂയ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഞാൻ ഓരോ ദിവസം കഴിയുന്നവർ നഴ്സറി എങ്ങനെ ഏത് തരത്തിൽ മെച്ചപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരെയാണ്. ഓക്കെ, എന്തായാലും ഇത്ര പെട്ടെന്നുള്ള വളർച്ച ഒരുപാട് പേര് അത് നോക്കി കാണും. അതെ, ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് തുടങ്ങി. പുള്ളി ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനും സുഹൃത്തുമായിട്ട് തുടങ്ങിയ നഴ്സറിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 30ഓളം കുടുംബം നമ്മുടെ നഴ്സറിയെ കൊണ്ട് ജീവിക്കുന്നുണ്ട്, എന്നെ കൊണ്ട്. ഓക്കെ, അതെ. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? സാർ, ഈ നഴ്സറിയെ കുറിച്ച് പറയാം. നഴ്സറിയുടെ പേരും ലൊക്കേഷനും പറയാം. നഴ്സറി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷത്തോളം. നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര അമരവള റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അമരവള ചെക്ക് പോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കണ്ണൻകുഴി എന്നാണ് ഈ സ്ഥലത്തെ പേര്. ഗ്രീൻസ് നഴ്സറി എന്നാണ് നഴ്സറിയുടെ പേര്. ഈ സ്ഥലം ഇപ്പോൾ ഈ നഴ്സറിയുടെ പേരിൽ അതെ അതെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. വളരെയധികം ഒരുപാട് മാറ്റം വന്നു. ഇവിടെ സ്ഥലത്തിന് തന്നെ ഇപ്പോൾ ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന 2 ഇരട്ടി വിലകൾ ആൾക്കാർ വർദ്ധിപ്പിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. അത്രത്തോളം കസ്റ്റമർ വരുന്നുണ്ട്. അതിനടുത്ത് തന്നെ ഇപ്പോൾ ഒരു കടയാലും ചായക്കടയാലും അല്ലേ? അതെ അതെ, എല്ലാം കൊണ്ടും നല്ല തിക്കും തിരക്കുമായ ഒരു സ്ഥലമായി മാറി അല്ലേ? ഇത്ര പെട്ടെന്നുള്ള ഒരു വളർച്ച നടക്കണമെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഈ നഴ്സറി ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിന്റെ തുടക്കം, സാർ ആദ്യമേ ഈ ഫീൽഡ് തന്നെയായിരുന്നു? ഞാൻ കേരള പോലീസിൽ ഇപ്പോൾ 29 വർഷം സർവീസ് പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ്. നേരത്തെ എനിക്ക് പ്ലാന്റേഷൻ്റെ കുറച്ച് വർക്കുകളുണ്ട്. ഫോറസ്റ്റിലേക്ക് പ്ലാന്റേഷൻ ചെയ്യുന്നൊരു കോൺട്രാക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല, എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ പ്ലാന്റേഷൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഫ്രൂട്ട് പ്ലാന്റുകൾ വെറൈറ്റി എവിടെ കണ്ടാലും ഞാൻ വാങ്ങി നടന്ന ഒരു ശീലക്കാരനായിരുന്നു. എനിക്ക് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഞാനത് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ നടുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ ഈ സർവീസിൽ ഇരിക്കുക തന്നെ, അതായത് ഞാൻ പോലീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് ഏകദേശം ഒരു 6-7 വർഷം മുന്നേ തന്നെ ചെറിയ രീതിയിൽ ഈ നമ്മുടെ പ്ലാന്റുകൾ സെയിലിൻ്റെ പരിപാടി ഒന്ന് നോക്കി. അത് നോക്കി വിജയം ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വിപുലീകരിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷത്തോളം, 6 വർഷമായി ഇവിടെ തുടങ്ങി. അതെ, ഞാൻ പോലീസ് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. പോലീസിൽ സർവീസിൽ ഏകദേശം മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങി സർവീസിൽ നിന്ന് വിരമിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ സാർ ഈ ഒരു ഫീൽഡായാലും പോലീസിലായിരുന്നപ്പോൾ പോലും നമ്മൾ എവിടെയാണോ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നോ അവിടെ നമുക്ക് അതുകൊണ്ട് ഒന്ന് വിജയം കൈവരിക്കാൻ സാധിക്കും. ഓക്കെ, അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ നഴ്സറി വന്നു കഴിഞ്ഞാൽ ഓരോ തവണ വരുമ്പോഴും ഈ നഴ്സറി നിങ്ങൾ ഞെട്ടിക്കുന്നതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുതിയ കളക്ഷൻ, അല്ലെങ്കിൽ ഏരിയ കൂടിയിട്ടുണ്ടാവും, സ്റ്റാഫ് കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടും അല്ല, അത് നഴ്സറിയിൽ വരുന്ന ഓരോരുത്തരും പറയാറുണ്ട് കാണുമ്പോഴേ ഏറ്റവും നല്ല ഫ്രൂട്ട് പ്ലാന്റുകളല്ലേ നമ്മുടെ നഴ്സറിയിലുള്ള, ചെടികളില്ലല്ലോ, ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമാണ്. വന്ന് കാണുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ. ഞാൻ എവിടെ നിന്നായാലും അത് കളക്ട് ചെയ്യുന്നതായാലും ബഡ് ചെയ്യുന്നതായാലും ഏത് പ്ലാന്റ് ഏറ്റവും നല്ല പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറി സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ സാർ, ഇപ്പോൾ വിലകളെല്ലാം കുറച്ചു, വിലകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറുള്ള പ്ലാന്റുകളിലെല്ലാം വില എഴുതി, ടാഗ് ഉൾപ്പെടെ എല്ലാ പ്ലാന്റിലും പ്ലാന്റുകൾ മാറിപ്പോയിരിക്കാൻ വേണ്ടി അതിൻ്റെ പേരും ആ ഫ്രൂട്ടിൻ്റെ പടവും ഉൾപ്പെടുത്തിയ ടാഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്ലാന്റ് മാറിപ്പോറില്ല. ഓക്കെ, സാറിന് മുൻപ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തൈകളാണെങ്കിൽ പോലും സാറിൻ്റെ നഴ്സറിയുടെ പേര് സാർ ടാഗ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഗ്രീൻസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായി മാറി അല്ലേ? ഒരുപാട് നേഴ്സറിലേക്ക് ഒരുപാട് നഴ്സറിയൊക്കെ നമ്മളിപ്പോൾ പ്ലാന്റുകൾ നമ്മുടെ പ്ലാനിലെല്ലാം ഇപ്പൊ ഗ്രീൻസിന് ടാഗ് ഉണ്ട്. നമുക്ക് റൂട്ട് സെയിൽ ഉണ്ട്. തൃശ്ശൂർ വരെ നമ്മുടെ വണ്ടിയിൽ തന്നെ റൂട്ട് സെയിൽ ആഴ്ചയിൽ 2-3 ട്രിപ്പ് തൃശ്ശൂർ വരെ നമ്മുടെ, അതായത് ഹൈവേയിൽ നമ്മൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ട്. വലിയ ലോറിയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേറൊരു ലോഡ് നാളെ പോകുന്നുണ്ട്. ഓക്കെ സാർ, അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ എന്താണ്? ഏറ്റവും ലാസ്റ്റ് വന്ന പ്ലാന്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തെങ്ങാണ്. പിന്നെ രാംഗംഗ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. ഫിലിപ്പീൻസിൻ്റെ തെങ്ങുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. തെങ്ങിൻ തൈകൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഡെലിവറി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ഡെലിവറി ഉണ്ട്. അതിന്റെ ഏറ്റവും വലുത്, ചെറുതല്ല, കാച്ചു തുടങ്ങിയ പ്ലാന്റ് വരെ തടിയായി തുടങ്ങി. നമുക്ക് ആ വീഡിയോയിൽ അത് കാണാമല്ലോ. കാണാം. ഏറ്റവും വലിയ ഡെലിവറി ഉൾപ്പെടെയാണ് ഇന്ന്. കാരണം സാറിന്റെ ഏത് വീഡിയോ ചെയ്താലും ആൾക്കാർ ചോദിക്കുന്നത് അയ്യോ ഡെലിവറി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. മുൻപ് സാർ തിരുവനന്തപുരം മാത്രം അല്ലേ? അത് മാത്രമല്ല, റംബുട്ടാന്റെ ഇന്ന് ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രൂട്ടാണല്ലോ റംബുട്ടാൻ. റംബുട്ടാന്റെ ഏകദേശം ഒരു 12ഓളം വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട്. അത് തേൻവരിക്ക, പേരത്തമ്പഴം കുരുകൾ ഇളകി വരുന്ന ഇന്ന് കേരളത്തിൽ, അതായത് കേരളത്തിൽ മറ്റൊരിടത്തും കിട്ടാത്ത വെറൈറ്റി റംബുട്ടാൻ തൈകൾ വരെ നമ്മുടെ നഴ്സറി സ്റ്റോക്കിലുണ്ട്. ഒരുപാട് പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ട്. ധാരാളം വിലയും കുറച്ചിട്ടുണ്ട്. എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയുണ്ട്. ചെടികളില്ല, ചെറുതും വലുതുമായിട്ടുള്ള സ്വദേശി വിദേശമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റും നമ്മുടെ നഴ്സറിയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്ലാന്റിനോടുകൂടിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ നഴ്സറി ഈ കാണുന്ന സ്ഥലം സെയിൽ മാത്രമാണ്. 8 സ്ഥലമുണ്ട് ഇപ്പോൾ. തൊട്ട് അടുത്തും അകലെയുമായിട്ട് ഒരു 8 സ്ഥലങ്ങളിലാണ് അവിടെയാണ് ഞാൻ പ്ലാന്റ് സ്റ്റോക്ക് ചെയ്യുന്നത്. അതായത് ഇന്ന് ഇവിടെ നിന്ന് സെയിലായി പോകുന്നത് നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്ലാന്റുകൾ നമുക്ക് ആ നഴ്സറി സ്റ്റോക്ക് ഉണ്ടാകും. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ രാവിലെ തന്നെ അതിനെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം അടുക്കി ചിട്ടായിട്ട് ചെയ്ത് വയ്ക്കും. തെങ്ങിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലാക്കിയിട്ടുണ്ട്. വന്ന് അവർക്ക് സെലക്ട് ചെയ്ത് ഏത് തൈയാണ് എടുത്ത് കൊണ്ടുവരാം. ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇനിയും ചിലർ വന്നിട്ട് ചോദിക്കും 35 പറയും എല്ലാ തൈയും 35ആണെന്നൊക്കെ ചോദിച്ച് ഇവിടെ തർക്കിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഇല്ല, എല്ലാ തൈയും 35 അല്ല. വിയറ്റ്നാം സൂപ്പർലിയുടെ പ്ലാവ് 35 രൂപ. തായ്ലൻഡ് റെഡ്, ഈ ചുവന്ന ചെമ്പരത്തി പോലെ ചുവന്ന ചക്കച്ചോളമുള്ള തായ്ലൻഡ് റെഡിന്റെ തൈകൾ 50 രൂപ. അത് ഏകദേശം 2 വർഷം കൊണ്ടാണ് ഞാൻ ഈ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങളെ ചാനൽ വഴി ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് അതിന് നെഗറ്റീവ് കമന്റ് പറഞ്ഞിരുന്നു. ഇത് പരസ്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരുപാട് പേര് അല്ല, അത് നെഗറ്റീവ് പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ആ സ്വഭാവ രീതി അതായിരിക്കും. അവരുടെ ജീവിതം ആ രീതി തന്നെ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. അവരുടെ ജീവിതം അവസാനിക്കുന്നത്. അത് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും കുറെ പേര് ഇങ്ങനെ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും പറയാനും ഉപദ്രവിക്കാനും കാണും. ഒരുപാട് പേര് ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്, നമ്മുടെ 30ഓളം സ്റ്റാഫ് ഹാപ്പിയാണ്, വരുന്നവർ ഹാപ്പിയാണ്. ഇനി അതിലപ്പുറം ഞാൻ എന്ത് ചെയ്യണം? അത്രയും പോരെ നമുക്കല്ലേ? മതി. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് കുറച്ച് കളക്ഷൻസ് കണ്ടാലോ? കാണാം. നോക്കി, ഇത് കണ്ടോ ചേട്ടാ, എന്താ സംഭവം ഇത്? ഇത് നമ്മുടെ തെങ്ങ് ഫാമിൽ നിന്ന് വിത്ത് തേങ്ങ നഴ്സറിക്ക് തൈ മുളപ്പിച്ച് സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കുന്നതാണ്. ഇനി ഞങ്ങൾ പായ് മുളപ്പിച്ചിട്ടാണ് നമ്മുടെ നഴ്സറിയിൽ തൈകൾ. ഇതിലിപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ ഹൈബ്രിഡിന്റെ ഉണ്ട്, മലേഷ്യൻ ഗ്രീൻ, ഏകദേശം ഒരു 3000ഓളം തേങ്ങ ഇപ്പോൾ ഇതിനകത്ത്. ശ്രീലങ്കൻ ഒരു തേങ്ങ ഇതാണ് ശ്രീലങ്കൻ. വലിപ്പം നോക്കി കണ്ടോ, ഈ ഒരു വലിപ്പമുണ്ട് തേങ്ങയ്ക്കൊക്കെ അല്ലേ? എന്താ അതിന്റെ പ്രത്യേകത? ഇത് തേങ്ങയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് 1 കിലോ മുതൽ 2 കിലോളം ഒരു തേങ്ങയ്ക്ക് തൂക്കം വരും. ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റും കൂടുതലാണ്. പെട്ടെന്ന് കേട് സാധ്യതയില്ല. എൻ്റെ കൂമ്പ് കൊണ്ട ഒരു സ്ഥലം മധുരം കുറവുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ശ്രീലങ്കൻ്റെ. അവിടെ ആഹാരം കഴിക്കാൻ പാത്രമായിട്ട് ഒരു എൻ്റെ ചിരട്ടയാണ് പോയി. അത്രയും വലിപ്പമുള്ള തേങ്ങ. അതെ. ഒരു കൊലയിൽ 15 മുതൽ 30ഓളം തേങ്ങ പിടിക്കും. ഒരു 3-3.5 വർഷമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാച്ചു തുടങ്ങും. 80 വർഷത്തോളം കായ്ഫലം കിട്ടും. 80 വർഷത്തോളം ലൈഫ് ഉണ്ട്. അതെ, നമ്മളെ നാടൻ തെങ്ങിനേക്കാളും കുറച്ചുകൂടെ മണ്ടക്കനം വെച്ചിട്ട് വലുതായിട്ട് പോകുന്ന തെങ്ങാണ്. നമ്മുടെ നേഴ്സറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഈ വെറൈറ്റി. നമുക്ക് 1 ഏക്കറിൽ 100 എണ്ണം, അതായത് ഒരു 22 അടി അകലം വെച്ചിട്ട് ഇത് നടാൻ പറ്റും. ഉള്ളതിൽ ഏറ്റവും നല്ല. അതേപോലെയാണ് ഈ മലേഷ്യന്റെ ഗ്രീനും നല്ല വെറൈറ്റി. വലിപ്പം കണ്ടോ അല്ലേ? സൈസ് കണ്ടാൽ നമുക്ക് ഏറ്റവും നല്ല വലിപ്പം. പെട്ടെന്ന് ശ്രദ്ധിക്കും ആൾക്കാർ. എത്ര സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക്? എനിക്ക് നമ്മുടെ നഴ്സറിയിൽ ഏകദേശം തെങ്ങിൻ്റെ ഇപ്പോൾ ഒരു 25ഓളം വെറൈറ്റി തെങ്ങും തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൻ്റെ ഒരു 7 സ്ഥലത്തായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. എൻ്റെ നഴ്സറിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ അതായത് നമ്മൾ തെങ്ങെല്ലാം കവറിൽ തെങ്ങും തൈ പിഴുത് കവറിലാക്കി അതിന് കവറിൽ ഏകദേശം ഒരു 1-1.5 മാസം വച്ചേക്കും. അതിൻ്റെ വളവും മരുന്നും എല്ലാം കൊടുത്ത് വെച്ചിരുന്ന് അതിൻ്റേതായ വളർച്ച പൂർണ്ണ എത്തുമ്പോഴാണ് നമ്മളിവിടെ നഴ്സറിയിൽ സെയിലിനായിട്ട് കൊണ്ടുപോകുന്നത്. തൈ ഇപ്പോൾ ഏകദേശം ഒരു 25,000ഓളം, ഈ കാണുന്ന ടൈപ്പിൽ 25,000ഓളം തൈ നമുക്ക് സ്റ്റോക്ക് 7 സ്ഥലത്തായിട്ട് നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ. അതെ. അതിന് ധാരാളം നഴ്സറിക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നഴ്സറിയിലേക്ക് പോകുന്നുണ്ട്. ചില വെറൈറ്റികൾ ഇവിടെ മാത്രമേ. അത് നമ്മുടെ നഴ്സറി എന്നല്ല, നമ്മുടെ സ്റ്റോക്ക് യാർഡുകളിൽ നിന്നാണ് അത് പോകുന്നത്. ഇതേപോലെ 7 സ്ഥലത്തായിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഷോർട്ടേജ് വരത്തില്ല. ഇല്ല. തെങ്ങ് മാത്രമല്ല, മാവ്, പ്ലാവ്, എല്ലാ വെറൈറ്റി. അതെ. ഈ കാണുന്ന ഇത് ഒരു സ്ഥലമാണ്. ഇതേപോലെ മൊത്തം 8 സ്ഥലത്തുണ്ട്. 8 സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോക്ക് യാർഡിലെ കോട്ടൂർക്കുളം വരിക്ക മാവാണ്. ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള
അതായത് 10 അടിയോളം ഹൈറ്റുള്ള തൈ അത് നമ്മുടെ നഴ്സറിയിൽ ഇരിപ്പുണ്ട്, മറ്റു സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം കാച്ചു തുടങ്ങിയ തൈകളാണ്. കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ മീഡിയം ടൈപ്പ് തൈകളാണ് ഈ കാണുന്നത്. ഇത് നോക്കി ഏകദേശം 20 അടിക്ക് മുകളിൽ പൊക്കമുണ്ടല്ലേ ഇതൊക്കെ? 20 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ? അതെ അതെ, തടി ആയി തുടങ്ങിയ തൈകളാണ്. അത് കണ്ടില്ലേ, ഇത്രയും വലിപ്പമുള്ള തെങ്ങിൻ തൈകളാണ് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1000-ഓളം പ്ലാന്റ് ഉണ്ട് ഈ ടൈപ്പിൽ തന്നെ. ഓക്കെ, ഏതൊക്കെ വെറൈറ്റി അവിടെ ഇരിക്കുന്നത്? ഇത് നമുക്ക് കുറ്റിയാടിയുണ്ട്, കുറ്റിയാടിയുണ്ട്, കേരശ്രീയുടെ വലുതുണ്ട്, സണ്ണങ്കിയുണ്ട്. ഈ 3 വെറൈറ്റിയുടെ വലിയ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. ഇത്രയും സൈസായിട്ടുള്ള 3 വെറൈറ്റി ഉണ്ട്. കടവണ്ണമൊക്കെ കണ്ടോ? ഇത്രയും വലിപ്പത്തിലുള്ള തൈയാണ്. നമുക്ക് നോക്കി നിൽക്കുക ഒരു തെങ്ങിൻ തോപ്പൊക്കെ സെറ്റ് എടുക്കാൻ വേണ്ടി അല്ലേ? ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഈ വലിയ തൈയുടെ കസ്റ്റമർ ആരൊക്കെയാണ്? ഈ ഏറ്റവും കൂടുതൽ പോകുന്ന വലിയ ഫാമുകളിലൊക്കെ തെങ്ങ് കൂടുതൽ വെച്ചിട്ട് പടുമൂട് നടാനായിട്ട് ചില ഇടയ്ക്ക് തെങ്ങുകൾ കേടും നശിച്ചുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ തൈ വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് അതിൻ്റെ കൂടെ വളർന്നു പോകാൻ വേണ്ടിയിട്ട് ഈ വലുത്. ആ ഹൈറ്റിലുള്ള. അതെ, പിന്നെ പെട്ടെന്ന് കായ്ക്കണമെന്നുള്ളവർക്കും ഇത് JCB അറ്റാച്ച് കൊണ്ടിട്ട് വലിയ കുഴികൾ എടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കാച്ചു കിട്ടും. ഇപ്പൊ ഈ പോകുന്നതൊക്കെ സൈഡിൽ പണിക്കാറുണ്ട് അല്ലേ? ഇതിപ്പോ ഒരു 25 തൈ ഒരു സൈഡിലേക്ക് ഇന്നലെ വന്നവർ എടുത്ത് വെച്ചിട്ട് വേണം ഇപ്പൊ കയറ്റാണ്. അവർക്ക് JCBയോടെ കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ പണിക്കാരെല്ലാം ലോഡ് ചെയ്ത് വിടും, വണ്ടി സൈഡിലെത്തും, ഇറക്കുന്നത് അത് അവർ ഇറക്കി നട്ടോളൂ. ഓക്കെ, നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട്. വലിയ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. JCB പോകുന്ന പണിക്കാരുടെ പൈസ, പ്ലാന്റിന്റെ പൈസ, അതേ ഉള്ളൂ. കമ്മീഷൻ ഒന്നും ഇല്ല. ഇല്ല, ഒരു കമ്മീഷൻ ഇല്ല. പ്ലാന്റ്സിന്റെ വില എല്ലാ വെറൈറ്റി പ്ലാന്റും ഞങ്ങൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, തിരുവനന്തപുരം ജില്ലയിൽ എവിടെ മറ്റുള്ള. അതെ അതെ, ഓക്കെ. തിരുവനന്തപുരം അതിന് മുമ്പ് ഒരു വീഡിയോ പറയുന്നുണ്ട്. തിരുവനന്തപുരം എവിടേക്കായാലും ഏത് വെറൈറ്റി പഴത്തോട്ടം ചെയ്യാനാണോ തെങ്ങിത്തോപ്പ് എന്തായാലും എത്ര ഏക്കർ ഉണ്ടെങ്കിലും അഡീഷണൽ ചാർജ് ഇല്ല. ഇതിന്റെ വില അല്ലേ? പ്ലാന്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ പ്ലാന്റ് വില അവിടെ ഈ നടാനും കയറ്റി ഇറക്കി കൊണ്ടുവന്ന അവരുടെ പണിക്കാരുടെ ശമ്പളവും കിറ്റാച്ചി JCB ആണ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള വാടക അതേ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് ഒക്കെ റീസണബിൾ ആണോ? ഈ തൈ കണ്ട നമ്മൾ ഇത്രയും തടിയായി തുടങ്ങിയ തൈയാണ്. ഇതിപ്പോ കണ്ടില്ലേ, കടവണം കണ്ടില്ലേ? അതായത് 30 ഇഞ്ച് ഹൈറ്റും 30 ഇഞ്ച് വിഡ്ത്തുമുള്ള വലിയ ഗ്രോ ബാഗാണ് ഇരിക്കുന്നത്. ഇപ്പൊ തോട്ടമൊക്കെ ചെയ്യാനാണെങ്കിൽ എന്തായാലും നമുക്ക് മിനിമം ക്വാണ്ടിറ്റി വേണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ, ഞാൻ കാണിച്ചില്ല. നമുക്ക് ഇപ്പൊ എത്ര തൈ ഇരിക്കണം നോക്കിയാൽ ഇരിക്കുന്നത്. എണ്ണി നോക്കി നോക്കി ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന നോക്കി. ഇതിന്റെ മറ്റു വെറൈറ്റികൾ അപ്പുറത്തിരിപ്പുണ്ട്. അത് ഞാനിപ്പോ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താം. നോക്കാം, അങ്ങോട്ട് നോക്കാം. നമ്മുടെ നഴ്സറിയിൽ ഏകദേശം 1 അടി 1.5 അടിയോളം തടിയായ വലിയ തൈകൾ, വലിയ പ്ലാന്റുകൾ തെങ്ങിന്റെ, അതായത് സണ്ണങ്കി വെറൈറ്റിപ്പെട്ടതും ഗൗരിഗാത്ര വെറൈറ്റിയിൽപ്പെട്ടതുമായ കാച്ചു തുടങ്ങിയ തൈകൾ. ഇത് ഉണ്ടായിരുന്നു, കുച്ചങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. അങ്ങനെയുള്ള തൈകളും ആവശ്യക്കാർക്ക് ധാരാളമുണ്ട്. നമ്മുടെ നഴ്സറിയിൽ MSc അഗ്രികൾച്ചർ കഴിഞ്ഞ അമൽ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ഫുൾ ടൈം ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പ്ലാന്റുകളെ കുറിച്ചുള്ള സംശയങ്ങളോ, എടുക്കുന്ന പ്ലാന്റ് എങ്ങനെ നടണമെന്നുള്ളതോ, അതിനെ പരിപാലിക്കുന്ന രീതികൾ, അതിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്ലാന്റുകൾ നട്ട് പരിപാലിക്കേണ്ടത്, അതിൽ നിന്ന് കിട്ടുന്ന ആദായം നമുക്ക് എങ്ങനെ അതിൽ നിന്ന് സ്വരൂപിച്ചെടുക്കാം എന്നുള്ള വിശദമായ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ വരുമ്പോൾ അമലിനെ കണ്ടു കഴിഞ്ഞാൽ അമൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ പേര് അമൽ എന്നാണ്. MSc അഗ്രികൾച്ചർ കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഇവിടെ ജോലിക്ക് ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചെടിയെക്കുറിച്ച് അതെങ്ങനെ പരിപാലിക്കണം, അതിൻ്റെ വളം എങ്ങനെ ഇടണം, എത്ര വളം വേണം, അതിൻ്റെ ആവശ്യമായിട്ടുള്ള എന്ത് കാര്യം ചോദിച്ചാലും എന്ത് കാര്യം അറിയാനും ഞാൻ ഇവിടെ ഫുൾ ടൈം ഇപ്പോൾ ഉണ്ട്. ചോദിക്കാറുണ്ട്, അത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ക്ലിയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അല്ല, ഓരോ കസ്റ്റമറിന് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും അമലിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്കും അത് പലതും പഠിക്കാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളെ, അതായത് ആധുനികമായ രീതിയിലുള്ള പഠന രീതിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, പഴയ കാലം മാറി. ഇപ്പോൾ എല്ലാം ഹൈബ്രിഡ് പ്ലാന്റുകളാണല്ലോ നമുക്കുള്ളത്. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തെങ്ങിൻ്റെ ഒരു 25ഓളം വെറൈറ്റി തൈകളുണ്ട്. തൈകളിൽ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട തൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീലങ്കൻ്റെ വെറൈറ്റിയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. വളരെ ദൂരത്തു നിന്ന് ഒരാൾക്കാരൊന്നും എടുക്കുക ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ആ തൈകളാണ് തൈ കാണുന്നത്. 3-4 ലീഫ് തൈകളാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയാം. അതായത് 3-3.5 വർഷമാകുമ്പോൾ കാച്ചു തുടങ്ങും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കൂമ്പമണ്ട കുരുത്തോളം മധുരമില്ല. മധുരം തീരെ കുറവായത് കാരണം ചെല്ലിയുടെ ആക്രമണം അധികം ഉണ്ടാവാറില്ല. തേങ്ങ ഏകദേശം ഒരു തേങ്ങ പൊതിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വലിപ്പം കൂടിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1 കിലോ മുതൽ 2 കിലോ വരെ തൂക്കം വരും. കരിക്കിനാണെന്നുണ്ടെങ്കിൽ വെള്ളം 1 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ വെള്ളം നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അത്രയും വലിപ്പമുള്ള വലിയ തേങ്ങയാണ്. വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തെങ്ങ്, വെറൈറ്റി തെങ്ങ്. അതിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന രാംഗംഗയാണ്. രാംഗംഗ എന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്തൊരു വെറൈറ്റി തെങ്ങാണ് ഈ രാംഗംഗ. അത് ഏതാണ്ട് ഇത് കണ്ടില്ലേ, തൈ ചെറുതിലെ പീലി പോലെ വന്ന തൈകളാണ്. അതായത് പീലി പോലെ വരുമ്പോൾ അത് ചെറുതിലെ കായ്ക്കുന്നു എന്നർത്ഥം, നല്ല തൈയാണെന്നുള്ള മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് കാണിച്ചത്. ഇതിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ഈ ബോഡി കാണുന്നത് കണ്ടില്ലേ, ഇത് തറ തൊട്ട് കാച്ചു തുടങ്ങും. ഏകദേശം നമ്മൾ നന്നായിട്ട് തെങ്ങിനെ പരിപാലിച്ച് വളർത്തിയ 2 വർഷമാകുമ്പോൾ കാച്ചു തുടങ്ങും. നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്ക് വീട് മുറ്റത്തൊക്കെ നടാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് വലിയ നട്ടത്തെങ്ങ് പോലെ പൊങ്ങിപ്പോവില്ല. ചെറുതിലെ നിന്ന് കായ്ക്കുന്നതും നമുക്ക് തറയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 20 വർഷത്തോളം നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ നമുക്ക് തറയിൽ നിന്ന് പറിച്ചെടുക്കാൻ പാകത്തിന് കായ്ക്കുന്ന ഒരു തെങ്ങാണ്. അതിൻ്റെ കായ്ഫല കാലാവധി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40 വർഷത്തോളം
കായ്ക്കുന്ന വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത്. ഇത് രാംഗംഗ എന്ന് പറയും. ചെന്നൈയിൽ ഉമാപതി ലാബിൽ വികസിപ്പിച്ചൊരു വെറൈറ്റി തെങ്ങാണ്. കേട് സാധ്യതയൊക്കെ വളരെ കുറവാണ്. നല്ല ഇമ്മ്യൂണിറ്റി പോലുള്ള തെങ്ങാണ്. ഇന്ന് നമുക്ക് അതായത് ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഫലവൃക്ഷ തൈകളൊക്കെയാണ് വരുന്നത്. അതിൽ ഈ രാംഗംഗ തെങ്ങ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന തെങ്ങാണ്. ഈ തെങ്ങും നമുക്ക് നട്ട് പരിപാലിക്കാനും വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ രാംഗംഗ. മറ്റൊരു വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട്. അത് ഫിലിപ്പീൻസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. തേങ്ങ നല്ല വലിപ്പമുള്ളതാണ്. അതായത് അതിൻ്റെ തേങ്ങയുടെ വലിപ്പം കണ്ടായിരുന്നു. തേങ്ങ കടും പച്ച കളറായിരിക്കും. തേങ്ങയും തെങ്ങിൻ്റെ ഓലയും പച്ച കളറായിരിക്കും. തേങ്ങ വലിപ്പം കൂടുതലാണ്. ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന തെങ്ങാണ്. ഇപ്പോൾ നമുക്ക് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാനും ഇത് ഏറ്റവും നല്ലതാണ്. നല്ല വെറൈറ്റി പെടുന്നൊരു തെങ്ങാണ് ഈ ഫിലിപ്പീൻസിൻ്റെ കോക്കനട്ട്. അതിൻ്റെയും വലുതല്ല, നമുക്ക് ഈ ഒറ്റ ടൈപ്പ് പ്ലാന്റുകൾ ഒരു 3-4 ലീഫായ പ്ലാന്റുകളാണ് ഇവിടെ കാണുന്നത്. ഈ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ, സൂപ്പർ മാർക്കറ്റ് എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25ഓളം വെറൈറ്റിയും നമ്മൾ ഓരോ പ്ലാന്റിനും വില എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം അത് നമ്മുടെ വെറൈറ്റി പ്ലാന്റുകളൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഓരോ വെറൈറ്റിയും പ്രത്യേകം ടാഗ് ചെയ്ത് പ്രത്യേക സെക്ഷൻ തിരിച്ചാണ് നമ്മുടെ വച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം സെയിലിനായിട്ട് വച്ചിരിക്കുന്നതാണ്. നമുക്കൊരു വേറെ 7 സ്ഥലത്തായിട്ടാണ് ഈ പ്ലാന്റുകൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ സെയിലാവുന്ന പ്ലാന്റുകൾ നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട പ്ലാന്റുകൾ ഫില്ലായിരിക്കും. അതനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് പോകുന്നത് നാളെ രാവിലെ നമ്മുടെ നഴ്സറിയിലെ സ്റ്റാഫ് വന്ന് അതിനെല്ലാം നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം പറക്കി അതേപോലെ സെറ്റ് ചെയ്തേക്കും. വരുന്നവർക്ക് ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെട്ട പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ കാണുന്നത് സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ്. അതും നമ്മളെല്ലാം ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൊലയിൽ നിറച്ച് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. കരിക്കിനാണ് ഇത് ഏറ്റവും ഉത്തമം. കരിക്കിന് പറ്റുന്നത് തേങ്ങയ്ക്ക് പറ്റില്ല എന്നല്ല, അല്പം ഉൾക്കട്ടി കുറവ്, ഓയിൽ കണ്ടൻറ്റ് കുറവായിരിക്കും. പക്ഷേ കരിക്കിന് വെള്ളം മധുരം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് സണ്ണങ്കി എന്ന് പറയും. ഇതും നമുക്ക് അധികം വലുതാവാതെ നിന്ന് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഈ സണ്ണങ്കി. ഈ കാണുന്നത് മലേഷ്യൻ്റെ ഗൗരിഗാത്രം എന്ന് പറയും. അതായത് കരിക്കിന് ഔഷധ ഗുണമുള്ള ഒരു വെറൈറ്റിയാണ് മലേഷ്യൻ്റെ ഗൗരിഗാത്രം. ഇത് മലേഷ്യൻ്റെ ഗൗരിഗാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് നാടൻ ഗൗരിഗാത്രമുണ്ട്, അത് കുറച്ച് വലുതായിട്ടേ കായ്ക്കുള്ളൂ. മലേഷ്യൻ്റെ ആകുമ്പോൾ തെങ്ങ് കുറച്ച് ചെറുതിലേ കായ്ക്കുന്നതാണ്. തൊണ്ട് കനം കുറവായിരിക്കും. അതിൻ്റെ തേങ്ങയ്ക്ക് ഇത്തിരി വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ്റെ ഗൗരിഗാത്രം എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്നത് നമുക്ക് കൽപ്പശ്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കൽപ്പശ്രീയുടെ തൈകളും ഇരിപ്പുണ്ട്. അതും പച്ച കളറാണ്. ഇത് കാണുന്നത് കൽപ്പശ്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കൽപ്പശ്രീ. അതും ചെറുതിലെ ഒരുപാട് വലുതാവാതെ കായ്ക്കുന്നൊരു നല്ല വെറൈറ്റി തെങ്ങാണ് ഈ കൽപ്പശ്രീ. ഈ കാണുന്നത് നാടൻ തെങ്ങാണ്. നാടൻ തെങ്ങ് പറയുമ്പോൾ അത് 14 കവറിലുള്ള സൈസ് തൈകളാണ്. ഇത് നാടൻ വെറൈറ്റി പെടുത്ത തെങ്ങാണ്. ഇത് നമുക്കിവിടെ തെങ്ങിൻ്റെ വില സ്റ്റാർട്ട് ചെയ്ത് 100 രൂപയാണ്. നാടൻ തെങ്ങിൻ്റെ തൈ 100 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഈ കാണുന്നത് നമ്മുടെ നഴ്സറിയിലെ 1000 കാച്ചി എന്ന് പറയുന്നൊരു വെറൈറ്റി തെങ്ങാണ്. അത് മുന്തിരിക്കൊല പോലെ നിറച്ച് കായ്ക്കുന്ന ചെറിയ തേങ്ങകളുള്ള ഒരു വെറൈറ്റി തെങ്ങാണ് ഇരിക്കുന്നത് 1000 കാച്ചി. അതിൻ്റെ ചെറുതും വലുതുകൊണ്ടുള്ള പ്ലാന്റ് ഉണ്ട്. ഇത് ചെറിയ തൈകളാണ്. ഈ കാണുന്നതെല്ലാം അതിൻ്റെ കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് 1000 കാച്ചി എന്ന് പറയുന്ന വെറൈറ്റി. ഇത് കുറ്റിയാടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് നമ്മുടെ നാടൻ തെങ്ങ് പോലെ കുറച്ച് വലിപ്പം വെച്ചിട്ട് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പോലുള്ള നല്ലൊരു വെറൈറ്റി തെങ്ങാണ്. ഇതിലും കായ്ഫലം ഒരുപാട് വർഷം നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് കുറ്റിയാടി എന്ന വെറൈറ്റി. ഈ കാണുന്നത് കോമാടൻ കോക്കനട്ടിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നത് ഡീൻറ്റുറ്റി തെങ്ങിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇത് ഒരു 4-5 ലീഫൊക്കെ ആയ തൈകളാണ് ഈ കാണുന്നത്. ഇത് DJN സമൃദ്ധി എന്ന് പറയും. DJN സമൃദ്ധി പറയുമ്പോഴത്തേക്ക് ഏകദേശം ഓരോ തെങ്ങും അതായത് ചന്ദന കളർ തേങ്ങയും അതിൻ്റെ മടലുകളും ചന്ദന കളറുള്ളതായിരിക്കും. കേട് സാധ്യത വളരെ കുറവുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ DJN സമൃദ്ധി എന്ന് പറയുന്ന വെറൈറ്റി. അതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഇത് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയും. മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയ്ക്കും കരിക്കിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി. ഇന്നുള്ളതിൽ കരിക്കിന് ഏറ്റവും നല്ല വെള്ളം മധുരമുള്ള, അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സോഡാ വെള്ളം പോലെ പതഞ്ഞു വരികയും വെള്ളത്തിന് ഏകദേശം പാലിൻ്റെ നിറം പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മധുരമുള്ള, അതായത് തേങ്ങയും വലിപ്പം കൂടുതലായിരിക്കും. ഏകദേശം 1 ലിറ്ററോളം വെള്ളം കിട്ടും. തേങ്ങയും നല്ല വലിപ്പമുള്ള നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ മലേഷ്യൻ ഗ്രീന്. കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു മലേഷ്യൻ ഗ്രീൻ്റെ തൈ നടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിലുള്ള വെറൈറ്റി തെങ്ങുകളുടെ എല്ലാം, അതായത് തെങ്ങിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പേരുൾപ്പെടെ നമ്മുടെ ഈ നഴ്സറിയിൽ ഈ തെങ്ങ് സെയിൽ ചെയ്യുന്ന ആ പോർഷനിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ വരുമ്പോൾ ആ പേര് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ തെങ്ങിൽ കായ്ക്കുന്ന തേങ്ങയുടെ കളറും എന്തുമാത്രം കായ്ക്കും എന്നുള്ളത് അതറിയാൻ പറ്റും. അതെല്ലാം പേര് സഹിതം നമ്മൾ ഈ ഫ്ലക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 25ഓളം വെറൈറ്റി തെങ്ങിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൻ്റെ എല്ലാം നമ്മൾ ഈ ഫ്ലക്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വരുന്നവർക്ക് ഈ നമ്മുടെ ഫ്ലക്സ് ബോർഡിൽ കാണുന്ന പേരും തെങ്ങിൻ്റെ പടവും കണ്ടിട്ട് അതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് ധാരാളം സ്റ്റോക്കുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മൾ വില വരെ എഴുതി ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. തെങ്ങിൻ്റെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏത് വെറൈറ്റി തെങ്ങ് വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ
നാംഡോക്കുമായി, അതായത് ആൾ സീസണായിട്ട് കായ്ക്കുന്ന തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല മാവ്. ഇതിപ്പോൾ മാങ്ങ ഇതിൽ നിന്ന് പറിച്ചു നിന്നിട്ട് 1 മാസമേ ഉള്ളൂ. പുതിയ തളിര് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പൂവായി. എല്ലാ സമയത്തും നമുക്ക് വീട് മുറ്റത്തൊക്കെ ചെടി പോലെ നടാൻ പറ്റുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാവിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ ബാരലിൽ നട്ട് കായ്പ്പിക്കുന്നതാണ്. ബാരലിൽ നട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന നാംഡോക്കുമായി. അതിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ വിയന്ന സൂപ്പർ എർലി പ്ലാവിൻ്റെ 35 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്ന തൈകളാണ്. അതായത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്ന, ആൾ സീസണായിട്ട് കായ്ക്കുന്ന വിയന്ന സൂപ്പർ എർലി പ്ലാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. എൻ്റെ മദർ പ്ലാന്റിൽ നിന്നും, നല്ല മദർ പ്ലാന്റിൽ നിന്നും ഞാൻ ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകളാണ് ഈ കാണുന്ന, ഈ ഇരിക്കുന്നതെല്ലാം 35 രൂപയാണ് വിയന്ന സൂപ്പർ എർലിയുടെ. ഞാൻ ഏകദേശം നമ്മുടെ നഴ്സറി 2 വർഷം കൊണ്ട് 35 രൂപയ്ക്കാണ് ഈ വിയന്ന സൂപ്പർ എർലിയുടെ പ്ലാവിൻ്റെ തൈകൾ കൊടുത്തു വരുന്നത്. അധികം സ്ഥലമില്ലാത്തവർക്ക് വീട് മുറ്റത്തൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ്. നമുക്കിനി ഈ പ്ലാവിനെ എത്ര വലുതാക്കണമെങ്കിലും ചക്കക്കുരു നട്ട് മുളപ്പിച്ച് അതിൽ നമ്മുടെ കായ്ക്കുന്ന മദർ പ്ലാന്റിൽ നിന്നും ബഡ് ഒട്ടിച്ചേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ വലുതാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇനി ചിലർ വന്ന് വലിയ പ്ലാവ് നോക്കും, പക്ഷേ വലുത് വാങ്ങാൻ കാശില്ലാത്തവർക്ക് നമുക്ക് ചെറിയ പ്ലാവ് വാങ്ങി നടാം. കുറച്ച് സംരക്ഷണം കൂടുമെന്നേ ഉള്ളൂ. കുറച്ച് നേരം പരിപാലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങാം, അത് ചെറിയ പ്ലാവുകൾ വാങ്ങാം. ഈ കാണുന്നത് തായ്ലാൻഡ് റെഡ്, അതായത് ചെമ്പരത്തി പൂ പോലെ ചുവന്ന ചക്കച്ചുളകളുള്ള തായ്ലാൻഡ് റെഡ് വെറൈറ്റി പെടുന്ന പ്ലാവാണ് ഇത്. ഇത് നമ്മൾ നട്ട് ഏകദേശം 2 വർഷമായിട്ട് കായ്ക്കുള്ളൂ. ഈ വിയന്ന സൂപ്പർ എർലി പ്ലാവ് വളരുന്ന അത്രയും വേഗത്തിൽ വളരില്ല. ഇതിൻ്റെ ഇലകൾ ചെറുതായിരിക്കും. ചക്ക ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള വെറൈറ്റി പ്ലാവാണ് തായ്ലാൻഡ് റെഡ്. ഇതിൻ്റെ തൈകൾ 50 രൂപയാണ്. ഇതിൻ്റെ തൈകളും ഇപ്പോൾ നമുക്ക് ധാരാളം സ്റ്റോക്കുണ്ട്. വിയന്ന സൂപ്പർ എർലിയുടെ തൈ എത്ര വേണമെങ്കിലും തരാനായിട്ട് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞ് പരിചയപ്പെടുത്താറുള്ള ഒരു വെറൈറ്റി മാവാണ് നമ്മുടെ കോട്ടർകുടം വരിക്ക മാവ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാവാണ്. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ച് കായുടെ സമയം കഴിഞ്ഞു. ചിലതൊക്കെ ഇപ്പോഴും പൂവിട്ട് തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കോട്ടർകുടം വരിക്കയുടെ ഏറ്റവും വലിയ പ്ലാന്റ്. ഇതിൻ്റെ ഏറ്റവും ചെറുത് 150 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കോട്ടർകുടം വരിക്കയുടെ. അതായത് ഈ കാണുന്നത് നമ്മുടെ R2 കിട്ടു എന്ന് പറഞ്ഞൊരു വലിയ മാവാണ്. R2 കിട്ടു ഏകദേശം ഒരു മാങ്ങ 1 കിലോളം വലിപ്പം വരുന്ന റെഡ് കളറിലുള്ള ഒരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത്. R2 കിട്ടു. ഈ കാണുന്നത് നാംഡോക്കുമായി. നാംഡോക്കുമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള മാവിൽ ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം. അതായത് തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല മാവാണ്. ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കും. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിൽ നട്ട് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 10 അടിയോളം ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെയും ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇത് നമ്മുടെ വീക്കട്ട് ഗ്രാഫ്റ്റ് പ്ലാന്റാണ്. അതായത് ബഡ് പ്ലാന്റിനേക്കാളും ഏറ്റവും പെട്ടെന്ന് നന്നായിട്ട് കായ്ക്കുന്നതും നമുക്ക് ആദായം കൂടുതൽ കിട്ടുന്ന നല്ല വെറൈറ്റി പ്ലാന്റുകളിൽ പെടുന്നതാണ് ഈ കാണുന്ന നാംഡോക്കുമായി. അതിൻ്റെ ഈ കാണുന്നത് ബനാന മാംഗോ എന്ന് പറയും. ബനാന മാംഗോയുടെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ബനാന മാംഗോ കുറച്ച് സ്ഥലമുള്ളവർക്ക് നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി പ്ലാവാണ് ഈ കാണുന്ന വിയന്ന സൂപ്പർ എർലി പ്ലാവ്. ചെടി പോലെ നമ്മുടെ വീട് മുറ്റത്തായാലും നട്ട് വളർത്താൻ പറ്റിയ നല്ല പ്ലാവാണ് വിയന്ന സൂപ്പർ എർലി. ഇതിൻ്റെ അതായത് ചെറുതിലേ കാച്ചു തുടങ്ങും. ചെറുതിലേ കായ്ക്കുക ആൾ സീസണാണ്, എല്ലാ സമയത്തും ചക്ക കിട്ടുന്നൊരു വെറൈറ്റി പ്ലാവാണ് ഈ കാണുന്ന വിയന്ന സൂപ്പർ എർലി പ്ലാവ്. ഇതിൻ്റെ ചെറിയ തൈ ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വിയന്ന സൂപ്പർ എർലിയുടെ 35 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഏകദേശം 1.5 വർഷം കൊണ്ട് അത് ഞാൻ ബഡ് ചെയ്തുണ്ടാക്കുന്ന പ്ലാവാണ്. 35 രൂപയ്ക്കാണ് നമ്മുടെ നഴ്സറിയിൽ അത് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വലുതായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ J33യുടെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. J33യുടെയും ചെറുതും വലുതുമുണ്ട്. J33യും ചക്കയിൽ ഏറ്റവും നല്ലതാണ്. ഇത് നമ്മൾ ഈ പേരൊന്നടിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും ചക്ക എന്തുമാത്രം ടേസ്റ്റുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നത് നമ്മുടെ തായ്ലാൻഡ് റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചക്കയിൽ ഏറ്റവും നല്ലതെന്ന് പറയാം. ചെമ്പരത്തി പൂ പോലെ ചുവപ്പ് നിറമുള്ള തായ്ലാൻഡ് റെഡ് വെറൈറ്റിപ്പെട്ട വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെയും ഏറ്റവും ചെറുത് മുതൽ വലുതുവരെ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. സിദ്ധു, അതേപോലെ പ്ലാവിൻ്റെ ധാരാളം വെറൈറ്റി. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം ഒരു 10-30ഓളം വെറൈറ്റി പ്ലാവിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. നമ്മുടെ നഴ്സറിയിലെ ഇന്ന് ഹോം ഗ്രൗണ്ടിൽ കിട്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള അവിടെ കിട്ടാവുന്ന അതേ വിലയ്ക്ക് എല്ലാ പ്ലാന്റും അവിടെയുള്ള എല്ലാ വെറൈറ്റി പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ ഇന്നിവിടെ ഉണ്ട്. ഈ കാണുന്നത് നമ്മൾ നഴ്സറിയിൽ 200 ലിറ്ററിൻ്റെ ബാരലിൽ പ്ലാന്റുകൾ നട്ട് കായ്പ്പിച്ച് കായോടുകൂടി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. സപ്പോട്ട, സ്റ്റാർ ഫ്രൂട്ട്, മാവ്, പ്ലാവ്, ഇതിലെല്ലാം ഇപ്പോൾ ഒരു മാങ്ങയുടെ കഴിഞ്ഞിട്ട് അടുത്ത സീസൺ ഇതിപ്പോൾ കാച്ചു തുടങ്ങി. അതായത് ഇത് ഞാൻ കാണിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും, അതായത് വീട് മുറ്റത്ത് മരങ്ങൾ നടാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് വീട് മുറ്റത്തായാലും ടെറസിൻ്റെ മുകളിലായാലും ഉമിയിൽ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ഞങ്ങൾ തയ്യാറാക്കുന്നതാണ്. അതോടുകൂടി പ്ലാന്റും ബാരലും നിങ്ങൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീടിൻ്റെ മുകളിലോ വീട് മുറ്റത്തോ ഞങ്ങൾ വന്നത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ബാരൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ
മരമുന്തിരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതെല്ലാം കായോടുകൂടി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് അബിയു മരമുന്തിരി, ജബോട്ടിക്കാബ എന്ന് പറയും. അതിൻ്റെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് പ്ലാന്റ് ആയാലും ഞങ്ങളുടെ ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് അത് നിങ്ങളെ വീട് മുറ്റത്തോ ടെറസിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതിന് അധിക ചാർജുകളായിട്ടൊന്നും ഈടാക്കുന്നില്ല. നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ പൈസ, ബാരലിൻ്റെ പൈസ, പോട്ടി മിക്സിൻ്റെ പൈസ, പിന്നെ ഈ വരുന്ന പണിക്കാർക്ക് അവർക്കുള്ള എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ചെയ്യേണ്ടി വരും. നമ്മുടെ നഴ്സറിയിലെ N18 റംബുട്ടാൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റാണ് ഈ കാണുന്നത്. തേൻ വരിക്ക റംബുട്ടാൻ എന്ന് പറയും. അതായത് നമ്മുടെ ആ വീഡിയോയിൽ കാണാം ഒരു താറാവ് കോഴി മുട്ടയുടെ അത്രയും വലിപ്പമുള്ള റംബുട്ടാൻ ഫ്രൂട്ട്. അത് ഒരെണ്ണം ഇങ്ങനെ നമ്മൾ ഞെക്കി പിഴിയുമ്പോൾ അതിലുണ്ടാകുന്ന തേൻ എത്ര തുള്ളിയാണെന്ന് നിങ്ങളത് കണ്ടിരിക്കും. അതിൻ്റെ നമ്മുടെ സ്വന്തം പ്ലാന്റ്, ആ പ്ലാന്റിൽ നിന്ന് ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് 150 രൂപ. ഇതിൻ്റെ അടുത്ത സൈസ് വരുമ്പോൾ 200 രൂപ. അതിൻ്റെ അടുത്ത സൈസ് വരുമ്പോൾ 250. പിന്നെ അങ്ങോട്ട് വരുന്നത് 400 രൂപ. ഇതെല്ലാം വരിക്ക വെറൈറ്റിയാണ്. ഈ കാണുന്നത് അതെല്ലാം നമുക്ക് വില എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ റംബുട്ടാൻ്റെയും വെറൈറ്റി അതൊന്നും അതിൻ്റെ എല്ലാം തക്കതായ വില നമ്മൾ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് അത് കണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. റംബുട്ടാൻ്റെ ഏകദേശം ആ ബോർഡിൽ കാണുന്നത് ഒരു 12 വെറൈറ്റി റംബുട്ടാനുണ്ട്. ഇതെല്ലാം തേൻ വരിക്കയാണ്. അതായത് ഏറ്റവും മധുരം മാത്രമല്ല, ഓരോ വെറൈറ്റിക്കും ആ ഫ്രൂട്ട് കാണുമ്പോൾ അതൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഈ പുറത്ത് മുള്ളു പോലെ വരുന്ന ഭാഗം ചിലത് പച്ച കളറായിരിക്കും, ചിലത് കടും ചുവപ്പായിരിക്കും. അപ്പോൾ ആ വെറൈറ്റികളെല്ലാം അതിങ്ങനെ വരും. സ്കൂൾ ബോയ് ഏറ്റവും നല്ല വലിപ്പമുള്ള കാവുള്ളൊരു വെറൈറ്റിയാണ്. അത് ചിലതിന് ടേസ്റ്റിന് വ്യത്യാസം വരും. പുളിമധുരം എന്ന് പറഞ്ഞാൽ പുളിയല്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പുളിമധുരമുള്ള വെറൈറ്റി റംബുട്ടാനുണ്ട്. റംബുട്ടാൻ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവരിപ്പോൾ മിക്ക വീടുകളിൽ റംബുട്ടാൻ പ്ലാന്റ് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒരു പകരക്കാരൻ എന്ന നിലയ്ക്ക് പുലാസാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. അതായത് ഏകദേശം ഒരു റംബുട്ടാൻ ഫ്രൂട്ടിൻ്റെ ഏകദേശം 2-3 ഫ്രൂട്ടിൻ്റെ അത്രയും വലിപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് പുലാസാൻ. ഈ റംബുട്ടാൻ ചെടി പോലെ അത്രയും വലിപ്പം വയ്ക്കാതെ തന്നെ ചെറുതിലേ നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പുലാസാൻ എന്ന് പറഞ്ഞതിൻ്റെ വെറൈറ്റി. അതിൻ്റെ ഏറ്റവും നല്ല പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം പുലാസാൻ്റെ വെറൈറ്റിയാണ്. റംബുട്ടാൻ നട്ടവർ ഇനി നമുക്ക് വേറൊരു പ്ലാന്റ് വയ്ക്കാൻ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുലാസാൻ്റെ പ്ലാന്റ് വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഇപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് റംബുട്ടാനാണ്. റംബുട്ടാൻ മലേഷ്യൻ്റെ ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് റംബുട്ടാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഈ റംബുട്ടാൻ ഫ്രൂട്ട് ഇത്രയും നന്നായിട്ട് വളരുന്നത്. വളരെയധികം ആദായമുള്ളൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ. ഇപ്പോൾ വ്യാവസായികമായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് റംബുട്ടാനാണ്. റംബുട്ടാൻ N18 ആണ് വ്യാവസായികമായിട്ട് വയ്ക്കുന്നതിന് ഏറ്റവും നല്ലത്. അതായത് ഒരു ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞാൽ കേടാവാതെ മരത്തിൽ കൂടുതൽ ദിവസം നിൽക്കുന്നതും, പറിച്ചു വെച്ചാൽ കേടാവാതിരിക്കുന്നതും, കൊലയിൽ എണ്ണം കൂടുതൽ പിടിക്കുന്നതും, കേട് സാധ്യത തീരെ ഇല്ലാത്തതുമായ ഒരു വെറൈറ്റി റംബുട്ടാനാണ് N18 എന്ന് പറയുന്നത്. ഈ കാണുന്നത് സ്കൂൾ ബോയ് ആണ്. സ്കൂൾ ബോയ് എന്ന് പറയുന്നത് അതിലെല്ലാം ടാഗ് ചെയ്ത് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വില എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ എല്ലാം കുറച്ച് വലിയ പ്ലാന്റാണ്. N18ൻ്റെ വലിയ പ്ലാന്റാണ്. ഈ കാണുന്ന E35 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതായത് മഞ്ഞയുടെ 2 വെറൈറ്റി ഉണ്ട്. മോർഗാഡിങ് എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. E35 ഉണ്ട്. ഇത് E35 ആണ്. ഇതൊക്കെ നട്ട് 1 വർഷം ആകുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങും. ആ പ്ലാന്റ് കാണുമ്പോഴത്തേക്ക് അറിയാം. ഇത് നന്നായിട്ട് നമ്മൾ നോക്കിയാൽ 1 വർഷം കൊണ്ട് ഇത് കാച്ചു തുടങ്ങും. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിൽ കൂടെ ഉള്ളതിലെല്ലാം കാവുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 10 അടി കൂടുതൽ ഹൈറ്റുള്ളതാണ്. അതായത് കായുടെ സീസൺ തീരാറായി. ഇപ്പോൾ ഇതിനിപ്പോൾ നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റി വലിയ റംബുട്ടാനാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മുടെ നഴ്സറിയിൽ നിന്ന് റംബുട്ടാൻ വാങ്ങി അത് കഴിച്ചവരെല്ലാം ഇവിടെ വന്ന് വീണ്ടും റംബുട്ടാൻ തൈ വാങ്ങുകയാണ്. ഇപ്പോൾ റംബുട്ടാൻ തൈ നമുക്ക് അത്രയ്ക്ക് അവർ ചോദിക്കും അത്രയും കൊടുക്കാനായിട്ട് സ്റ്റോക്കും തീരും. ഇപ്പോൾ വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നത്. എവിടെ നിന്നെല്ലാം ആൾക്കാരൊന്നും എടുക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഏറ്റവും നല്ല വെറൈറ്റി റംബുട്ടാനാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരിക, വന്ന് നേരിട്ട് കണ്ട് നോക്കിയെടുക്കുക. നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് വരുന്ന മേഡമാണ്. മേഡത്തിനൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് കലൈറസി. ഇത് എൻ്റെ മോള. ഞാൻ തക്കലേൻ്റെ അടുത്തിരുന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഈ നഴ്സറി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് ഞാൻ വരുന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല പ്ലാന്റ്സാണ്. 200 രൂപ തൊട്ടേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നല്ല വലിയ പ്ലാന്റ്സും ഉണ്ട്. എല്ലാവരും വരണം. വന്നിട്ട് ഒന്ന് നോക്കി നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം. ഇന്നൊന്ന് വരാനും നല്ല അടുത്തുള്ള സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, അമരവിള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. നമുക്ക് ചെടികളില്ല മേഡം? ചെടിയില്ല, ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമേ. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട്. ചെറിയത് മുതൽ വലുത് വരയ്ക്കും ഉണ്ട്. 200 രൂപ മുതൽ കൊണ്ട്, അല്ലാതെ വലിയത് 1500 വരെ ഉള്ള പ്ലാന്റ്സ് വരയ്ക്കും ഉണ്ട്. വലുതാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടും. ചെറിയതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ നിൽക്കുന്ന മാവിന്റെ വെറൈറ്റികളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ മാവാണ്. ഇതെല്ലാം ഏകദേശം 10 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഹൈറ്റുള്ള വലിയ പ്ലാന്റുകളാണ്. വലുതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. വലുത് നോക്കിയില്ലായിരുന്നു മേഡം? ഞാൻ വലുത് നോക്കി. വലുത് തന്നെ ഞാൻ നോക്കി എടുത്തത്. എനിക്ക് വലുത് തന്നെ വേണമെന്ന് എടുത്ത്. ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്നും വരും.